ഹായ് ഫ്രണ്ട്സ്, ടൈം ഫെസ്റ്റിവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നൊരു ചെന്നൈ ട്രിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചെന്നൈയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ കാഴ്ചയിലേക്ക് പോയാലോ? പോകാം നമ്മുടെ വീഡിയോയിലേക്ക്.
ഇൻ്റർനാഷണൽ ഷ്രൈൻ ഓഫ് സെൻറ്റ് തോമസ് ബസിലിക്ക. അപ്പോൾ സാന്തോം കത്തീഡ്രൽ മെയിൻ ചർച്ചിൻ്റെ അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചെന്നൈയിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണ് കേട്ടോ. ചെന്നൈയിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും വരാൻ സാധിക്കും. ഇന്ത്യയിലെ ചെന്നൈ നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ് മറീന ബീച്ച്. ഇവിടെ തികച്ചും വളരെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ക്ലൈമറ്റും വളരെ നല്ല രീതിയിലുള്ള ക്ലൈമറ്റാണ് നമുക്കിവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷിക്കുന്ന ചൂടൊന്നുമില്ല. ഏതാണ്ട് സമയം ഇപ്പോൾ ഒരു 11 മണിയാണ് ആയിരിക്കുന്നത്. 11 മണിയുടെ ചൂടൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. ഇന്നത്തെ ക്ലൈമറ്റൊക്കെ വളരെ നല്ല രീതിയിൽ അനുഭവിക്കാൻ പാകത്തിലുള്ളത് തന്നെയാണ്. ലോകത്തിലെ നഗരങ്ങളിലെ നീളം കൂടിയ ബീച്ചുകളിൽ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ചാണ് നമ്മുടെ ഈ കാണുന്ന മറീന ബീച്ച്. അപ്പോൾ വളരെ അധികം സവിശേഷതയുള്ള ഒരു ബീച്ച് കൂടിയാണിത്. ലോകത്തിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും നീളം കൂടിയ ബീച്ചുകളിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഈ മറീന ബീച്ചിനുള്ളത്. ഇപ്പോൾ 1ാം സ്ഥാനം കാലിഫോർണിയയിലുള്ള ബീച്ചിനാണ് കേട്ടോ.
എന്താ ഇളന്തി എവിടെ എന്ത് ഇത് എവിടെ വന്ന കേരള ഗൗളി യാത്ര ഇത് എന്നാ പേര് ഇങ്ങ എന്നാ പേര് ചൊല്ല അങ്ങ ഗൗളി യാത്ര ബസ് അത് ബസ് ഓക്കെ 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 ശരി ബൈ ബൈ. മറീന ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് എഗ്മോറിലേക്ക് പോകുന്നതിനായിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബസ്സിലാണ് തിരിച്ച് എഗ്മോറിലേക്ക് പോകുന്നത്. ഓക്കെ, times don't fly too high. Be sure to keep the ground in sight. FC ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ടി നഗർ. ചെന്നൈയിലെ ടി നഗറിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലക്കാർക്ക് ചാല പോലുള്ളൊരു സ്ഥലമാണ്. ടി നഗറിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
ഹരി എങ്ങനെയുണ്ട് യാത്ര? ചെന്നൈ ട്രിപ്പ് എങ്ങനെയുണ്ട് ഹരി? ഇതുവരെ ഞാൻ മുൻപൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളിവിടെ ക്ലോസ് ഫ്രണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല എന്നാൽ ഈ ഒരു ട്രിപ്പ് എന്തോ എനിക്ക് കൊള്ളാം, അടിപൊളി ട്രിപ്പ് അല്ലായിരുന്നു. ശരി, അപ്പോൾ ഇപ്പൊ ചെന്നൈ ട്രിപ്പ് അടിപൊളിയാണെന്നാണ് ഹരി പറയണല്ലേ? തീർച്ചയായും ഇനി നമുക്ക് ഒരുപാട് നമ്മളെ കഴിയുന്നതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നത്? ഇങ്ങോട്ട് നമ്മൾ എഗ്മോറിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വന്നത്? എഗ്മോറിൽ നിന്ന് ഇങ്ങോട്ട് ടി നഗർ. ടി നഗറിലേക്ക് എത്തി. യാത്രയും സ്പെഷ്യലായിരുന്നു. മെമു ട്രെയിനിൽ നമ്മൾ എത്ര അധികം ടൈം എടുത്തില്ലല്ലോ. മെമ്മു ഭയങ്കര നല്ല സ്പീഡായിരുന്നല്ലേ? അവിടുത്തെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറുന്ന ഒരു അനുഭവമായിരുന്നു. ഒരു 10 മിനിറ്റ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അടിപൊളി.
I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. അപ്പോൾ ചെന്നൈ പോയിട്ട് നമ്മളിതാ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തപുരി എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു ഇത്. ഹരി, യാത്രയെ പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? 2 ദിവസം സത്യം പറഞ്ഞാൽ പോയതാണ്. 2 ദിവസത്തെ യാത്ര അടിപൊളിയായിരുന്നു. പ്രിയ സുഹൃത്ത് അരുൺ, ഫാമിലി, നമ്മുടെ ഗൈഡ് എന്ന് തന്നെ പറയാം നമ്മളെ കൃഷ്ണകുമാർ സാറിന്റെ അടുത്തുള്ള നന്ദി പ്രത്യേകം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഓടി നടന്ന് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യും. നമ്മളോടൊപ്പം സപ്പോർട്ടായിട്ട് വന്ന് നിശ്ചിത സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ട്രെയിൻ ഇങ്ങോട്ടുള്ള ട്രെയിൻ ക്യാച്ച് ചെയ്യാനൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ലോങ് ട്രിപ്പ് ട്രെയിനിലുള്ള യാത്ര ആദ്യമായിട്ടെന്ന് പറയാം. പക്ഷെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ചെന്നൈ ചെന്നതിന് ശേഷം മെമുവിലൊക്കെ പോയ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരി, അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഹരി? അപ്പോൾ യാത്രകൾ ഇനിയും ഇതുപോലെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നമ്മുടെ സ്റ്റേഷനത് എത്താറായി. തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയ ഒരു സൈൻ ഓഫ് കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെന്നൈ യാത്രയ്ക്ക് ശേഷം ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തെ ജേണി അങ്ങനെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ചെന്നൈയിലൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ സമയോചിതമായ ഇടപെടൽ കാരണം കൃത്യസമയത്ത് തന്നെ അതെ തീർച്ചയായിട്ടും ആ സമയത്ത് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇനി ഇതുപോലെ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ട്രൈംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.